ഡിയേഴ്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണല്ലേ? നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട് അല്ലേ, വാർദ്ധക്യം വന്നവരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപോലെയാണോ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിനാണ് ഞാൻ ഇന്ന് മറുപടി പറയുന്നത്. ഓരോരുത്തരും എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ ഏതൊക്കെ വിഷയങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാനിവിടെ രണ്ട് പേരെ പറ്റിയാണ് പറയുന്നത്, സ്ത്രീയും പുരുഷനും. അപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിന്നവർ പ്രാർത്ഥിച്ചാലും, ഇപ്പോൾ ഒരു ദേവാലയത്തിലായാലും ഒരു ചാപ്പലിലായാലും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാലും അവരെന്താണ് പ്രാർത്ഥിക്കുന്നതെന്നും അതുപോലെ അവരുടെ പ്രാർത്ഥനയുടെ ടൂൾസ് എന്താണെന്നും ഒന്നും നമുക്കറിയില്ല. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് പെട്ടെന്ന് നടക്കുന്നത് കാണാം, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ഇവിടെ അനുശാസിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്ന. സ്ത്രീകളെ പറ്റിയാണ്. സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? അതായത് ഇപ്പോൾ വിലപിടിപ്പുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടോ രത്നങ്ങൾ ധരിച്ചുകൊണ്ടോ അവരുടെ ഹെയർ നല്ലവണ്ണം ഭംഗിക്കിട്ടുകൊണ്ടോ അല്ലെങ്കിൽ വളരെയധികം മേക്കപ്പ് ഇട്ടുകൊണ്ടോ ഫുഡ് വയറ് നിറച്ച് കഴിച്ചുകൊണ്ടോ അല്ല പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ദൈവം പറയുന്നത്. ദൈവം പറയുന്നത് എപ്പോഴും സിമ്പിളായി നിന്ന് പ്രാർത്ഥിക്കാനാണ്. നമ്മുടെ സ്ത്രീകളുടെ മുടി ഒതുക്കി കെട്ടിക്കൊണ്ടും അവർ സാധാരണ രീതിയിൽ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് നിന്ന് പ്രാർത്ഥിക്കാനാണ് ദൈവം പറയുന്നത്. നമ്മൾ ഒരുപാട് മേക്കപ്പ് ഇട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എന്നുള്ളത് ശരിയായൊരു പ്രാർത്ഥനയല്ല എന്നാണ് ദൈവം അനുശാസിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളോട്. അതായത് മാന്യമായ വസ്ത്രം ധരിച്ചിരുന്നു കൊണ്ട് മുടി ഒതുക്കി കെട്ടി ശരിക്കും നല്ല ഒതുങ്ങി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് ദൈവം സ്ത്രീകളോട് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് വേറൊരു കാര്യം കൂടി ദൈവം വിധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പുരുഷന്മാരെ ഭരിക്കാനുള്ള അധികാരം അവർക്കില്ല എന്നുള്ളതാണ്. അതായത് പുരുഷന്മാർക്ക് ഒരു മേൽക്കോയ്മ എപ്പോഴും ദൈവം അനുവദിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിനെ പറ്റിയും തുല്യത എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഫാമിലിയിലായാലും ഒരു പൊതുസമൂഹത്തിലായാലും പുരുഷനാണ് കുറച്ചും കൂടി പവർ ദൈവം കൊടുത്തിരിക്കുന്നത്. എപ്പോഴും സ്ത്രീകളോട് പുരുഷന്മാരെ ഭരിക്കുന്നതിന് ദൈവം അതിനൊരു പ്ലസ് പോയിന്റ് ദൈവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അനുവാദം ദൈവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പുരുഷൻ എവിടെയും ഒരു മേൽക്കോയ്മ ദൈവം അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ പുരുഷന്മാരോടും ദൈവം പറഞ്ഞിരിക്കുന്നത് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചു നിന്ന് ഒതുങ്ങി നിന്നുകൊണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ചോദ്യത്തിന് സിമ്പിളായ മറുപടിയുണ്ട്. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് അവരെന്താണോ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ ഇഷ്ടമനുസരിച്ച് മനസ്സ് തുറന്നുകൊണ്ട് അവരവരുടെ വിഷയങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. നിരന്തരം സമർപ്പിക്കുക, മടുത്തു പോകാതെ നിരന്തരം സമർപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും എന്നുള്ളതാണ്. ഒരിക്കലും മടുത്തു പോകരുത്. അപ്പോൾ നിങ്ങൾ ദൈവത്തോട് നിരന്തരം നിങ്ങളുടെ പ്രാർത്ഥനകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കാലതാമസം വരുമായിരിക്കും. ആ കാലതാമസത്തെയാണ് നമ്മൾ ഡിവൈൻ ടൈം എന്ന് പറയുന്നത്, അതായത് ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. ദൈവത്തിൻ്റെ സമയം അനുസരിച്ചല്ലാത്ത കാര്യങ്ങൾ നീണ്ടു നിൽക്കില്ല എന്നുള്ളത്, താൽക്കാലികം മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസമോ ഒരു വരദാനമോ അല്ല ആവശ്യം. പെർമനൻ്റായി നിൽക്കുന്ന സുഖസൗകര്യങ്ങളും പെർമനൻ്റായി നിൽക്കുന്ന ഒരു നല്ല ജീവിതമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും നല്ല ജിൻഡിലായ വസ്ത്രം ധരിച്ചുകൊണ്ട് അധികം മേക്കപ്പെടാതെ അഹങ്കാരമില്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്ന്നു നിന്നുകൊണ്ട് അവർ മനസ്സ് മടുത്തു പോകാതെ അവർ ദൈവത്തിൽ പ്രാർത്ഥന സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രാർത്ഥനകൾ നടക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയാണ്.